വാ നമുക്ക് പിന്നെ കുഴൽക്കിണറുകളുടെ വെള്ളത്തിന് നമുക്ക് പലപ്പോഴും അതിൻ്റെ TDS ടോട്ടൽ ഡിസോൾവ്ഡ് സോളിഡ്സ് എന്ന് പറയും, അത് കൂടുതലായിരിക്കും. അതായത് ഹാർഡ്നെസ് കൂടുതലായിരിക്കും. ഇത് ഈ പാറ തുറന്ന് വരുന്ന വെള്ളമായതുകൊണ്ട് അതിനുള്ളിൽ മിനറൽസൊക്കെ കൂടി വന്നിട്ട് നമുക്ക് കട്ടിയായിരിക്കും വെള്ളത്തിന്. അതുകൊണ്ട് നമ്മുടെ ഫിറ്റിങ്സിനെല്ലാം കേടുപാടുകൾ വരുത്തും, ടോയ്ലറ്റുകൾ കേടുപാടുകൾ വരും, കുളിക്കുമ്പോൾ തലമുടി പൊഴിയുക, അങ്ങനെ കുറേയധികം പ്രശ്നങ്ങളുണ്ട്. ചായ വെക്കുമ്പോഴൊക്കെ പാട വരിക, സ്ഥിരമായിട്ട് തിളപ്പിക്കുന്ന പാത്രത്തിൽ പാടുകൾ വീഴുക. അപ്പോൾ ഇത് നമ്മുടെ പുതിയൊരു സൈറ്റാണ്. നമുക്കിവിടെ സോഫ്റ്റ്നറിങ് പ്ലാന്റ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ സോളാർ വാട്ടർ ഹീറ്റർ, HCLൻ്റെ സോളാർ വാട്ടർ ഹീറ്ററാണ്, ഹിന്ദുസ്ഥാൻ എനർജി ലിമിറ്റഡിൻ്റെ സോളാർ വാട്ടർ ഹീറ്ററാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ സൈറ്റൊന്ന് നോക്കണം. എന്തായാലും പണി നടന്നുകൊണ്ടിരിക്കണുള്ളൂ. എന്തായാലും നമുക്ക് ഈ ഭാഗത്താണ് സോഫ്റ്റനിങ് പ്ലാന്റ് വരണത്. നമ്മളെ കുഴൽക്കിണറിൽ നിന്നും അടിച്ച് വെള്ളം കയറി നമ്മുടെ വെസലിൽ കൂടി കയറിയിട്ട് നേരെ ശുദ്ധമായിട്ടുള്ള വെള്ളം ടാങ്കിൽ പോയി വീഴുന്ന ഒരു സെറ്റിങ്സാണ് നമ്മൾ ചെയ്യണത്. ഇറങ്ങുന്ന ലൈനിലല്ല, കയറിപ്പോകുന്ന ലൈൻ. ഇവിടെ ഈ 1 ഇഞ്ച് പൈപ്പ് ഉണ്ട്. ഇത് കട്ട് ചെയ്ത് നമ്മുടെ വെസലിലേക്ക് വന്ന് വെസലിൽ നിന്ന് വെള്ളം സോഫ്റ്റനിങ് ചെയ്ത് നേരെ മുകളിലോട്ട് കയറിപ്പോകുന്ന ഒരു സെറ്റിൽമെൻറ്റാണ്. അപ്പോൾ എന്തായാലും ഈ വർക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ വർക്കിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് കൂടുതലായിട്ട് നമ്മൾ പിന്നീട് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.